ഹായ് ഗൈസ്, നമ്മുടെ DJI Osmo Pocket 3യുടെ ക്യാമറയാണിത്. ഇന്ന് നമ്മുടെ അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. നല്ല സാധനം കിട്ടി. ഇത് ക്രിയേറ്റീവ് കോംബോയാണ്, അല്ലാതെ സ്റ്റാൻഡേർഡ് ഒരു മോഡൽ കൂടെ ഉണ്ട്. അതിനകത്ത് ക്യാമറ മാത്രമേ വരുന്നുള്ളൂ. ഇത് ക്രിയേറ്റീവ് കോംബോയാണ്. ഇതിനകത്ത് വരുന്നത് നമ്മുടെ DJI Osmo Pocket 3 കേസ്, അങ്ങനെ ഇത്രയും സാധനങ്ങൾ ഇതിനകത്തുണ്ട്. നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം ഇതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന്. ഇതിനകത്ത് തന്നെ DJIയുടെ മൈക്കും ബാക്കി കാര്യങ്ങളെല്ലാം വരുന്നൊരു ക്രിയേറ്റീവ് കോംബോ സെറ്റാണ് ഇത് വരുന്നത്. നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം. ഗൈസ്, ഇതാ ഈ ബാഗിനകത്താണ് ഫുൾ ഐറ്റവും നമ്മളത് വരുന്നത്. അല്ലാതെ ഇതിനകത്ത് വേറൊരു ബോക്സും കൂടെ ഉണ്ട്. ഇത് നമ്മുടെ ക്യാമറയുടെ കേസാണ്. ക്യാമറ സ്ക്രാച്ചൊന്നും വീഴാതെ വെക്കേണ്ട കേസ്. ഈ കാണുന്ന രണ്ട് പോർഷനാണ് നമ്മുടെ ലെൻസ് വയ്ക്കുന്നത്. ഒരു ബ്ലാക്ക് ഫിലിം ലെൻസും അല്ലെങ്കിൽ നമ്മുടെ നോർമൽ വൈഡ് ആംഗിൾ ലെൻസും വയ്ക്കാനുള്ള പോർഷനാണ് അത്. ഇനി ബാഗിനകത്ത് എന്തൊക്കെയാണെന്ന് നമുക്ക് തുറന്നു നോക്കാം. ബാഗ് തുറക്കുമ്പോൾ തന്നെ ഫസ്റ്റ് ഇതാ ക്യാമറ, DJIയുടെ ക്യാമറയാണ് ഈ സംഭവം. ഇതാണ് DJIയുടെ ക്യാമറ, ജിംബലൊക്കെ ഉള്ള ഒരു കുഞ്ഞൻ ക്യാമറ. അതല്ലാതെ ഇത് നമ്മുടെ എക്സ്റ്റേണൽ ബാറ്ററി ബാക്കപ്പാണ്. അതായത് നമുക്കിപ്പം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ബാറ്ററി ഒന്നും തീരുകയാണെങ്കിൽ ഇത് യൂസ് ചെയ്ത് നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റും. ഇത് DJI മൈക്ക് 2 ആണ്. ഇത് എക്സ്ട്രാ ഒരു എക്സ്റ്റൻഷനാണ്. നമുക്കിപ്പം പവർ ബാങ്കോ അല്ലെങ്കിൽ നമ്മുടെ സെൽഫി ഇതേപോലത്തെ ട്രൈപോഡ് എന്തെങ്കിലും കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കണക്ട് ചെയ്യാം. ഇത് ചെറിയൊരു ട്രൈപോഡ് സ്റ്റാൻഡാണ്. അല്ലാതെ ഇതിനകത്ത് ഒരു ടാഗ് വരുന്നുണ്ട്. പിന്നെ അല്ലാതെ ഒരു വിൻഡ് ഡിറ്റക്ഷൻ, ഇതാ ഒരു സൂപ്പർ നല്ല സ്പോഞ്ച് സാധനം. ഇതാണ് നമ്മുടെ വൈഡ് ആംഗിൾ ലെൻസ്. ഇത് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു വൈഡ് ആംഗിൾ കിട്ടും, ഒരു 0.mm. ഇത് നമ്മുടെ മൈക്കിൻ്റെ മാഗ്നറ്റാണ്. DJI 2 മൈക്കിൻ്റെ നല്ല സ്ട്രെങ്ത് ആയിട്ടുള്ള മാഗ്നറ്റാണ്. ഇത് ഹോൾഡ് ചെയ്ത് നമുക്ക് മൈക്ക് യൂസ് ചെയ്യാം. നമുക്ക് ക്യാമറ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാണ് സംഭവം. DJI Pocket 3 ഓണാക്കുമ്പോൾ തന്നെ ജിംബൽ റൊട്ടേറ്റ് ചെയ്ത് ഫസ്റ്റ് ചോദിക്കുന്ന ലാംഗ്വേജാണ്. അത് കഴിഞ്ഞ് QR കോഡ് കാണിക്കുന്ന ഇവരുടെ ഒരു ആപ്പ് ഉണ്ട് DJIയുടെ. അത് കണക്ട് ചെയ്യുമ്പോഴാണ് ബാക്കി ഫീച്ചേഴ്സ് എല്ലാം ആക്ടിവേറ്റ് ആവുന്നത്. സോ ഇത്രയും ഐറ്റംസാണ് നമുക്ക് ബോക്സിനകത്ത് വരുന്നത്.